സൺഡേ ഓഫ് ഡേ എന്നാണല്ലോ. അങ്ങനെ 11 മണി വരെയുള്ള ഉറക്കമൊക്കെ കഴിഞ്ഞ് 11:15 കാപ്പിയൊക്കെ കുടിച്ച് ഞാനും അമ്മയും കൂടി ഒരു റൈഡ് പോയി. എങ്ങോട്ടാണെന്ന് വെച്ചാൽ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിലോട്ടായിരുന്നു. അമ്മ എന്നോട് എനിക്കൊരു ഗോൾഡ് റിങ് വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ റിങ് എന്തോ ഭാഗ്യത്തിന് എൻ്റെ റിങ് ഫിംഗറിലേക്കുള്ള റിങ്സ് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഡയമണ്ട് സെക്ഷനിലേക്ക് നോക്കിയപ്പോൾ ഒരു മോതിരം എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അങ്ങനെ മോതിരമൊക്കെ വാങ്ങി നമ്മൾ യമൻ മന്തിയിലേക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോയി. അങ്ങനെ അവിടെ വന്നിരുന്നപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ എനിക്കിങ്ങനെ പുതുതായിട്ട് എന്തെങ്കിലും വാങ്ങിച്ചാൽ അതൊരു 10 വട്ടം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സ്വഭാവമുണ്ട്. അതിൻ്റെ ഇടയ്ക്കെടുത്ത വീഡിയോ ആണത്. അങ്ങനെ നമ്മുടെ മന്തിയൊക്കെ വന്നു. എനിക്കാണെങ്കിൽ പത്തനംതിട്ടയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട മന്തി സ്പോട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ യമൻ മന്തി എന്നേ പറയത്തുള്ളൂ. കാരണം ഒരുപാട് മന്തി സ്പോട്ട്സിൽ പോയിട്ട് മന്തി കഴിച്ചിട്ടുണ്ടെങ്കിലും പത്തനംതിട്ടയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് യമൻ മന്തിയിലെ മന്തിയാണ്. ഞാൻ എപ്പോൾ പോയാലും അവിടെ നിന്നേ കഴിക്കത്തുള്ളൂ. മന്തി കഴിക്കാനാണെങ്കിൽ മന്തി അവിടെ നിന്നേ കഴിക്കാറുള്ളൂ. പിന്നെ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് രാജകുമാരിൽ നിന്ന് ഗിഫ്റ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ 2 ഗ്ലാസും ഒരു വോൾട്ടും ആയിരുന്നു. നമ്മുടെ ടോമിക്കുട്ടിൻ്റെ കാര്യം അങ്ങനെ വിടാൻ പറ്റാത്തതുകൊണ്ട് നമ്മളാണെങ്കിൽ ഞാനും അമ്മയും കഴിച്ചതിൻ്റെ ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് പാഴ്സൽ ചെയ്തെടുത്ത് ആ മന്തി നമ്മുടെ ടോമിക്ക് കൊടുത്തു. ടോമി നല്ല സൂപ്പറായിട്ടത് കഴിച്ചു. പിന്നെ ഈ സൺഡേ ആയാൽ എനിക്കാണെങ്കിൽ തലയിൽ എണ്ണ തേച്ച് കുളിക്കുന്ന സ്വഭാവമുണ്ട്. അങ്ങനെ ഷാമ്പൂ ഒക്കെ ചെയ്ത് കുളിക്കും. അപ്പോൾ എണ്ണയൊക്കെ തേച്ച് പോയി കുളിച്ച് തുണിയൊക്കെ അലക്കി വിരിച്ചിട്ടു. അതിനുശേഷം നമ്മൾ ടെറസിൻ്റെ വണ്ടിക്കൊന്ന് കയറി ഇവിടുത്തെ വ്യൂ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. ഇവിടെ വീടിൻ്റെ മുകളിൽ നിന്നാൽ നമുക്ക് ചുട്ടിപ്പാറയൊക്കെ ചെറുതായിട്ട് കാണാൻ പറ്റും. പത്തനംതിട്ടയിലെ ചുട്ടിപ്പാറ. ഇവിടെ നിന്നിട്ടുള്ളൊരു ചെറിയ വ്യൂ ആണിത്. ഈ വ്യൂ കാണിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ചെറുതായിട്ടൊരു സ്നാപ്പൊക്കെ എടുത്തു. അങ്ങനെ ചെറിയ രീതിയിൽ സ്നാപ്പൊക്കെ എടുത്തിട്ട് താഴെ വന്നിട്ട് അച്ഛനാണെങ്കിൽ ഒരു 6-7 മണി സമയത്താണെങ്കിൽ ഒരു ചായ കുടിക്കുന്ന സ്വഭാവമുണ്ട്. അതും ഈ ചായ ആണെങ്കിൽ ചുമന്ന ചായ ആയിരിക്കണം, കടുപ്പം കൂടിയ ചുവന്ന ചായ. അങ്ങനെ ഒരു ചുവന്ന ചായയൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.